ഒരു പർവ്വതനിരയുടെ താഴ്വരയിലുള്ള മനോഹരമായ ഒരു കുഞ്ഞു ഗ്രാമമാണ് മന്ത്രപുരി. ഹൈന്ദവ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിലാണ് കിരണിന്റെ കുടുംബ വീട്. കിരൺ തന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ദൂരെയുള്ള സിറ്റിയിലാണ് താമസം. 10 വർഷത്തിന് ശേഷമാണ് കിരൺ തന്റെ കൂട്ടുകാരനായ മാധവിനോടൊപ്പം അവിടെ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നത്. കിരണിനിപ്പോൾ 20 വയസ്സാണുള്ളത്. ആ വീട് കിരണിന്റെ അച്ഛന്റെ കുടുംബക്കാർ പാരമ്പര്യമായി താമസിച്ചു വന്നിരുന്നതാണ്. ഇന്ന് ആ വീട്ടിൽ അവന്റെ അപ്പൂപ്പനും ഒരമ്മാവനും 2 വേലക്കാരും മാത്രമാണ് താമസം. കിരണും മാധവും രാവിലെ തന്നെ വീടും പരിസരവും കാണാനിറങ്ങി. വീടിന്റെ അതിർത്തി കഴിഞ്ഞുള്ള സ്ഥലമെല്ലാം കാടുപിടിച്ചു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത്. പറമ്പിന്റെ അറ്റത്ത് വലിയൊരു ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിൽ പായൽ പിടിച്ച ഒരു ശിലാരൂപം, ഒരു യോദ്ധാവിന്റെ രൂപം. അയാളുടെ കൈകളിൽ കല്ലിൽ കൊത്തിയ ഒരു ശംഖ്. അതിനെപ്പറ്റി മാധവ് കിരണിനോട് ചോദിച്ചു. പണ്ട് ഞങ്ങൾ കുട്ടികളെ ഒന്നും ഈ ഭാഗത്തേക്ക് വരാൻ സമ്മതിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശില്പം ചെറുപ്പത്തിൽ കണ്ടതായി ഓർക്കുന്നില്ലെന്നായിരുന്നു കിരണിന്റെ മറുപടി. കുറച്ചുനേരം അത് നോക്കി നിന്ന ശേഷം അവർ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും അവർ ഗ്രാമത്തിലെ കവലയിലേക്ക് ഇറങ്ങി. അവിടെ ഒരു കടയുടെ മുന്നിൽ വെച്ചാണ് അവർ മീരയെ കാണുന്നത്. മീര കിരണിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു, ബാല്യകാല സഖി. അവൻ സിറ്റിയിലേക്ക് പോയ ശേഷം പിന്നെ ഇപ്പോഴാണ്, 10 വർഷങ്ങൾക്കിപ്പുറമാണ് മീരയെ കാണുന്നത്. കിരണിനെ കണ്ടപ്പോൾ തന്നെ മീരയ്ക്ക് മനസ്സിലാവുകയും അവരെ രണ്ടുപേരെയും നിർബന്ധിച്ച് അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. മീരയുടെ വീട്ടുകാർക്കും കിരണിനെ കണ്ടപ്പോൾ തന്നെ അതിശയമായി. കുറെ നേരം അവർ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചിരിക്കവേ മാധവ് പറമ്പിൽ കണ്ട ആ ശില്പത്തെപ്പറ്റി അവളോട് തിരക്കി. ഇത് കേട്ടതും മീര പറഞ്ഞു, ആ ശില്പത്തിനടുത്തേക്ക് തനിച്ചു പോകരുത്, പ്രത്യേകിച്ച് രാത്രിയിൽ. അത് ഈ ഗ്രാമത്തിന്റെ കാവൽക്കാരനാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആ ശില്പത്തെപ്പറ്റിയും ശങ്കിനെപ്പറ്റിയുമൊക്കെ വേറെ ചില കഥകളും ഈ നാട്ടിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. ആ ശങ്കിൽ തൊട്ടാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് എൻ്റെ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ആർക്കും അറിയില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും അധികം അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ കിരൺ ഇതൊക്കെ വെറും അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞു. കോളേജിലൊക്കെ പഠിച്ച മീര പോലും ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ മീരയെ കളിയാക്കുകയും ചെയ്തു. ആ ദിവസം രാത്രിയിൽ പറമ്പിലെ ശില്പത്തെ ചൊല്ലി കിരണും മാധവും തർക്കത്തിലായി. ആ തർക്കത്തിനൊടുവിൽ തന്റെ ധൈര്യം തെളിയിക്കാൻ കിരണും മാധവും ആരും കാണാതെ ഇലഞ്ഞിമര ചുവട്ടിലെത്തി. നിലാവെളിച്ചത്തിൽ ആ പ്രതിമയ്ക്ക് ഒരു ജീവനുള്ളതുപോലെ അവർക്ക് തോന്നി. മാധവ് പേടിച്ച് പിന്മാറിയെങ്കിലും കിരൺ ആ പ്രതിമയുടെ കയ്യിലിരുന്ന കല്ലിലെ ശങ്കിൽ തൊട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, അവന്റെ കൈ തട്ടിയപ്പോൾ ആ കല്ല് മൃദുവായി ഒരസ്ഥി പോലെ അവന് തോന്നി. അറിയാതെ അവൻ ആ ശംഖ് കയ്യിലെടുക്കുകയും ആ ശംഖ് ഊതുകയും ചെയ്തു. നിശബ്ദമായ ആ രാത്രിയെ കീറിമുറിച്ചുകൊണ്ട് ഭീകരമായ ഒരു ശബ്ദം മുഴങ്ങി. അത് വെറും ഒരു ശംഖുനാദമായിരുന്നില്ല, 1000 ആത്മാക്കളുടെ രോദനം പോലെയായിരുന്നു. പെട്ടെന്ന് കാറ്റ് വീശിയടിക്കുകയും ഇലഞ്ഞിമരത്തിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു വീഴുകയും ചെയ്തു. ഭയന്നുപോയ അവൻ ആ ശംഖ് ദൂരെ എറിഞ്ഞുകൊണ്ട് തറവാട്ടിലേക്ക് ഓടിക്കയറി. പക്ഷെ പിറ്റേന്ന് രാവിലെ മുതൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അവർക്ക് ചുറ്റും നടക്കാൻ തുടങ്ങി. ഗ്രാമം മാറാൻ തുടങ്ങി. അവിടെ പക്ഷികൾ ചിലയ്ക്കുന്നുണ്ടായിരുന്നില്ല. പുഴയിലെ നല്ല തെളിഞ്ഞ വെള്ളം ചെറിയ കറുത്ത നിറമായി മാറി. ഏറ്റവും ഭീകരമായ കാഴ്ച, ഗ്രാമത്തിലെ യുവാക്കൾ ഓരോരുത്തരായി പെട്ടെന്ന് വയസ്സന്മാരായി മാറാൻ തുടങ്ങി എന്നതാണ്. മാത്രമല്ല അവിടുത്തെ മൃഗങ്ങളുടെ എല്ലാം കണ്ണുകൾ ചുവപ്പ് നിറമായി മാറിയിരിക്കുന്നു. കിരണിന്റെ കൈവെള്ളയിൽ ഒരു കറുത്ത ശംഖിന്റെ അടയാളം തെളിഞ്ഞു വന്നു. ഈ മാറ്റങ്ങളൊക്കെ കണ്ട് നാട്ടുകാർ അമ്പരന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കിരണും മാധവും ഒരു മുറിയിൽ തന്നെ ഇരിപ്പായി. വിഷയം ഗൗരവമായതോടെ അവർ തറവാട്ടിലെ രാഘവൻ വല്യപ്പൂപ്പനെ ചെന്ന് കണ്ടു. എല്ലാം കേട്ട ശേഷം അയാൾ ഒരു വിഭ്രാന്തിയോടെ തന്റെ പഴയ തടിയലമരയിൽ എന്തോ പരതിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അദ്ദേഹം പഴയ ഒരു താളിയോല ഗ്രന്ഥം പുറത്തെടുത്തു. അതിന്റെ താളുകൾ മറിച്ച ശേഷം ഒരു താളിൽ എഴുതിയിരുന്നത് അയാൾ ഉറക്കെ വായിച്ചു. ഈ ശംഖ് കാവൽക്കാരന്റെ ഹൃദയമാണ്. അശ്രദ്ധമായി അത് മുഴക്കിയാൽ കാലഭൈരവൻ എന്ന വനഭൂതം ഉണരും. അവൻ ഗ്രാമവാസികളുടെ യൗവനം ആഹാരമാക്കും. 3 ദിവസത്തിനുള്ളിൽ ആ ശംഖ് തിരികെ പ്രതിമയിൽ സമർപ്പിച്ചില്ലെങ്കിൽ ഗ്രാമം ഒരു പ്രേതാലയമായി മാറും. ഇത് കേട്ടതും കിരണും മാധവും സ്തംഭിച്ചു നിന്നു. പെട്ടെന്ന് അപ്പൂപ്പൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഈ കാര്യങ്ങളൊക്കെ മറ്റാരും അറിയരുത്.
അറിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെ ജീവനോടെ ഇവിടുത്തെ ദേവതയ്ക്ക് ബലി നൽകും. അതുകൊണ്ട് ആരും അറിയാതെ ആ ശംഖ് നാളെ സൂര്യൻ അസ്തമിക്കും മുൻപ് അവിടെ തന്നെ തിരികെ വെക്കണം. മറ്റൊരു രീതിയിലും എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല മക്കളെ. അപ്പൂപ്പന്റെ വാക്കുകൾ കേട്ട് തളർന്നുകൊണ്ട് രണ്ടുപേരും മുറിയിലേക്ക് പോയി. കുറെ നേരം പേടിച്ചരണ്ടിരിക്കുകയും പിന്നീട് ആലോചിച്ച് ആ ശംഖ് കണ്ടെത്തി തിരികെ വെക്കാമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ മുറിയുടെ പുറത്തിറങ്ങി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവർ പറമ്പിലേക്ക് പോയി. പക്ഷെ കുറെ നേരം തിരഞ്ഞിട്ടും ആ വലിച്ചെറിഞ്ഞ ശംഖ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കാട് പിടിച്ചു കിടക്കുന്ന ആ പറമ്പിൽ മറ്റാരും വന്നിട്ടില്ല. ഒടുവിൽ ആ സത്യം അവർ തിരിച്ചറിഞ്ഞു. അതാരോ മോഷ്ടിച്ചിരിക്കുന്നു. അന്വേഷണത്തിനൊടുവിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ആരും ഭയക്കുന്ന ആ ശംഖ് അതെടുത്തുകൊണ്ടു പോകാൻ ധൈര്യമുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ താഴ്വാരത്തിന്റെ അറ്റത്തുള്ള ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മന്ത്രവാദി. പിറ്റേന്ന് നാട്ടിൽ നടക്കുന്ന അസ്വാഭാവിക കാര്യങ്ങൾക്ക് പിറകിൽ ദൈവകോപമാണെന്ന് വിചാരിച്ച് നാട്ടുകാർ എല്ലാവരും ചേർന്ന് അവിടുത്തെ അമ്പലത്തിൽ ഒരു പൂജ നടത്തുന്നുണ്ട്. ആ പൂജ രാത്രി 12 മണിവരെ നീളുന്ന ഒന്നായിരുന്നു. നാട്ടുകാർ ആരും ഗ്രാമത്തിലില്ലാത്ത ഈ സമയം ശംഖ് കണ്ടെത്താനായി കിരണും മാധവും ഇറങ്ങിത്തിരിച്ചു. മീരയുടെ സഹായത്തോടെ അവർ മന്ത്രവാദിയുടെ കുടിലിൽ നിന്നും ശംഖ് കണ്ടെത്തി. ആ മന്ത്രവാദി അതിന്റെ ശക്തി ഉപയോഗിച്ച് അമരത്വം നേടാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശംഖ് കൊണ്ടുപോകാൻ അയാൾ സമ്മതിച്ചില്ല. പക്ഷേ കിരണിനും മാധവിനും അത് കൈക്കലാക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. അവിടെ വെച്ച് ഒരു ചെറിയ പോരാട്ടം തന്നെ മന്ത്രവാദിയുമായി അവർ നടത്തി. മന്ത്രവാദിയുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി മാധവ് പിടിച്ചു വാങ്ങി രണ്ടായി ഒടിച്ച് ദൂരേക്കെറിഞ്ഞു. പിന്നെ രണ്ടാളും ചേർന്ന് അയാളെ കീഴ്പ്പെടുത്തി. അവർ ആ ശംഖ് കൈക്കലാക്കി തിരികെ ഗ്രാമത്തിലേക്ക് ഓടി. പിന്നാലെ മന്ത്രവാദിയും വനഭൂതത്തിന്റെ കറുത്ത നിഴലും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. 3-ാം ദിവസത്തെ സൂര്യൻ അസ്തമിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. കിരൺ ശിലാരൂപത്തിനടുത്തെത്തി. പക്ഷേ പ്രതിമയുടെ കയ്യിൽ ശംഖ് വെക്കാൻ ശ്രമിക്കുമ്പോൾ കിരൺ തന്റെ വല്യപ്പൂപ്പൻ പറഞ്ഞ അവസാനത്തെ കാര്യം ഓർത്തു. ശംഖ് വെറുതെ വെച്ചാൽ പോരാ, ഇതിലേക്ക് പടർന്ന ഭൈരവന്റെ ആയുസ്സിന് പകരമായി നിന്റെ ജീവന്റെ ഒരംശവും തിരികെ നൽകണം. കിരൺ മടിച്ചില്ല. അവൻ തന്റെ കയ്യിൽ ആ ശംഖ് കൊണ്ട് തന്നെ ഒരു മുറിവുണ്ടാക്കി. മുറിവിൽ നിന്ന് ഒരു തുള്ളി രക്തം ആ ശംഖിൽ വീഴ്ത്തി. ഒരു വലിയ സ്ഫോടനത്തോടെ വെളിച്ചം പരന്നു. മന്ത്രവാദിയും കറുത്ത നിഴലും ചാരമായി മാറി. അവൻ ആ ശംഖ് ആ ശില്പത്തിൽ തന്നെ സ്ഥാപിച്ചു. അടുത്ത ദിവസം ഗ്രാമം പഴയതുപോലെയായി. യുവാക്കൾക്ക് അവരുടെ യൗവനം തിരികെ കിട്ടി. പക്ഷികൾ ചിലച്ചു തുടങ്ങി. വെള്ളത്തിന്റെ തെളിഞ്ഞ നിറം തിരികെ വന്നു. മൃഗങ്ങളുടെ കണ്ണിലെ ചുവന്ന നിറം മാറി. നാട്ടുകാർ എല്ലാവരും വളരെ സന്തോഷിച്ചു. ദേവന് നടത്തിയ പൂജയിൽ അദ്ദേഹം പ്രീതിപ്പെട്ടതുകൊണ്ടാണ് ഗ്രാമം പഴയ രീതിയിലെത്തിയതെന്ന് എല്ലാവരും വിശ്വസിച്ചു. 3 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കെടുത്തു. അന്ന് വൈകുന്നേരം കിരണും മാധവും അപ്പൂപ്പനോടും അമ്മാവനോടും യാത്ര പറഞ്ഞ് തിരികെ പോകാനിറങ്ങി. മീരയും അവരെ യാത്രയയക്കാൻ എത്തിയിരുന്നു. സന്തോഷത്തോടെ അവർ കാറിൽ കയറി ഗ്രാമത്തോട് വിട പറഞ്ഞു. ഗ്രാമത്തിന്റെ അതിർത്തി കടക്കാറായപ്പോഴാണ് മാധവ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. കിരണിന്റെ മുടിയിൽ അങ്ങിങ്ങായി വെള്ളിനര പടർന്നിരിക്കുന്നു. അറിയാതെയാണെങ്കിലും അവൻ ചെയ്ത തെറ്റു തിരുത്താൻ അവനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നത് തന്റെ 10 വർഷത്തെ ആയുസ്സായിരുന്നു.